ജ്യോതിസ് മാഡം നമുക്ക് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മൾ സർവേയിങ് 2-ലെ ഡേ 2 ആണ്. ഇന്ന് നമുക്ക് ക്ലാസ് ജ്യോതിസ് മാഡം ആണ്. മാഡം മുട്ടംപോളിയിലെ ലെക്ചറർ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ടേംസും ദെൻ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞാൻ ജ്യോതിസ് മാഡത്തെ വെൽക്കം ചെയ്യുന്നു. മാഡം കണ്ടിന്യൂ. Okay, thank you. For third semester രണ്ടാമത്തെ ലെക്ചർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ലെക്ചർ ക്ലാസ്സിൽ നിന്നും തിയോഡലൈറ്റിന്റെ പോർഷനായ തിയോഡലൈറ്റിനെ സംബന്ധിച്ച് തിയോഡലൈറ്റിന്റെ പാർട്സ് ഏതൊക്കെയാണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഫണ്ടമെന്റൽ ആക്സസ് ഏതൊക്കെയാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, ആൻഡ് ഓൾസോ വിൽ ഡിസ്കസ് ദ ഡിഫറെന്റ് യൂസസ് ഓഫ് തിയോഡലൈറ്റ്. ഇനി ഈ ക്ലാസ്സിൽ തിയോഡലൈറ്റിനെ സംബന്ധിച്ച് രണ്ട് പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. The first topic is to define the terms used in the theodolite survey and also explain temporary theodolite. So, without delay, let us move on to the first topic, different definitions and terms used in theodolite survey. ഇതിലെ കുറച്ച് ടേമുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തന്നെയാണ്. എങ്കിലും അതിൽ ആദ്യത്തെ ടേം ആണ് about the vertical axis. Vertical axis എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷന്റെ ആക്സിസിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. നോക്കാം, ആക്സിസ് about which the instrument rotated in a horizontal plane, or it is an axis about which lower and upper plate rotate. അതായത് ഒരു ഇൻസ്ട്രുമെന്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള റൊട്ടേഷന്റെ ആക്സിസ് ഓഫ് കോഴ്സ് അത് വെർട്ടിക്കൽ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ ആക്സിസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് ഇതുപോലെ ഒരു ആക്സിസ് കൂടി ഉണ്ട്, ജസ്റ്റ് റിവേഴ്സ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തിയോഡലൈറ്റിന്റെ രണ്ടാമത്തെ മോഷൻ ആണ്. അതായത് തിയോഡലൈറ്റിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ തിയോഡലൈറ്റിന്റെ ടെലിസ്കോപ്പിന് വെർട്ടിക്കൽ പ്ലെയിനിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെലിസ്കോപ്പ് ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വെർട്ടിക്കൽ മോഷന്റെ ആക്സിസ് ഓഫ് കോഴ്സ് ആ ആക്സിസ് എങ്ങനെയായിരിക്കും, ടെലിസ്കോപ്പും സർക്കിളും ആണെങ്കിൽ അതിന്റെ ആക്സിസ് ഓഫ് കോഴ്സ് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മുടെ എന്ത് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഡെഫിനിഷനിലേക്ക് പോവാം. Axis, horizontal axis is the axis about which the telescope and the vertical circle rotate in vertical plane. അപ്പോൾ ടെലിസ്കോപ്പ് ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മെറ്റൽ ടെലിസ്കോപ്പിനോട് ചേർന്ന് ഉള്ള മെറ്റൽ കവറിനുള്ളിൽ വെർട്ടിക്കൽ സർക്കിളിൽ ശരിക്കും ഒരു വെർട്ടിക്കൽ സ്കെയിലാണ്. അപ്പോൾ വെർട്ടിക്കൽ സ്കെയിലും ടെലിസ്കോപ്പിന്റെ ഒപ്പം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഈ ആക്സിസിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആക്സിസ് കൂടിയുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിനെ പറ്റി പറഞ്ഞത്. ഇനി നമ്മുടെ ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇനി നമ്മുടെ തേർഡ് ടേമിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ലൈൻ ഓഫ് സൈറ്റ് ഓർ ലൈൻ ഓഫ് കൊളിമേഷൻ. ഒരു ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈൻ ഓഫ് സൈറ്റും ലൈൻ ഓഫ് കൊളിമേഷനും സിമിലർ ആയിട്ടുള്ള ടേം ആണ്, രണ്ടും സെയിം ആണ്. So, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ the line passing through the intersection of the horizontal and vertical crosshairs and optical center of the object class and its continuation. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരു മിനിറ്റ്, വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് കുട്ടികൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ലിയർ ആയി കേൾക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രോസ്ഹെയർസ് എന്താണ്, ഒബ്ജക്ട് ഗ്ലാസ് എന്താണ്, അതിന്റെ ഒപ്റ്റിക്കൽ സെന്റർ എന്താണ്, ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഐ പീസ് ഒബ്ജക്റ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ പോണ ഒരു ഇമാജിനറി ലൈൻ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് നോക്കാം. ഒരു ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പിന്റെ ഒരു ചെറിയൊരു സ്കെച്ചാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഒബ്സർവറിന്റെ ഐയുടെ പൊസിഷനും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാർട്ട് ഒബ്സർവർ നോക്കുന്ന ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ ഐ പീസ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ അതിലൊരു നമുക്കൊരു ലെൻസ് കാണാം, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒരു കാണിച്ചിട്ടുണ്ട്, ഐ പീസിന്റെ ലെൻസ് ആണത്. ഇനി അതുപോലെ തന്നെ മറ്റേ എൻഡിൽ, ഒബ്ജക്റ്റീവ് എൻഡിലാണെങ്കിൽ അതിന്റെ മറ്റേ എൻഡിൽ എന്തുണ്ട്, ഐ പീസ് എവിടെയാണെങ്കിൽ മറ്റേ എൻഡിൽ എന്തുണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ ഒബ്ജക്റ്റ് ലെൻസ് ആണ് ഇവിടെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ ഈ ഐ പീസിനും ഒബ്ജക്റ്റ് ലെൻസിനും ഇടയിൽ നമ്മൾ ഒരു അഡീഷണൽ ലെൻസ് കൂടി ഫിക്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫോക്കസിംഗ് ലെൻസ്. ഈ ഒബ്ജക്റ്റ് ലെൻസിലൂടെ വരുന്ന ഇമേജിനെ കറക്റ്റ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, അതിനെ ഇറക്റ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ലെൻസ് ആണ് ഫോക്കസിംഗ് ലെൻസ്. ഇനി ഇതിനിടയിൽ ഈ ഐ പീസിനും ഫോക്കസിംഗ് ലെൻസിനും ഇടയിൽ ഒരു പോർഷനും കൂടി ഉണ്ട്, അതാണ് ഡയഫ്രം. കാണുന്നുണ്ടോ? ഐ പീസിനും ഫോക്കസിംഗ് ലെൻസിനും ഇടയിലുള്ള ഈ ഒരു പോർഷൻ ആണ് ഡയഫ്രം. ഈ ഡയഫ്രം എന്താണ്? അപ്പൊ ഈ ഒരു ഫിഗർ ഒരു സർക്കുലർ ഷേപ്പിലാണ്. ഡയഫ്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഡയഫ്രത്തിൽ ഒരു ഹൊറിസോണ്ടൽ ഹെയർ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഹെയറും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രോസ് ഹെയർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡെഫിനീഷനിലെ ഇന്റർസെക്ഷൻ പോയിന്റ്, ക്രോസ് ഹെയർ, ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ സെന്റർ പോയിന്റ് ആണ്. ഇനി ഈ ഡയഫ്രത്തിന്റെ ഇന്റർസെക്ഷൻ, ക്രോസ് ഹെയർസിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ്, അതുപോലെ തന്നെ ഒബ്ജക്ട് ലെൻസിന്റെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, ആ ഒബ്ജക്ട് ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്റർ, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പിങ്ക് ഷെയ്ഡിലുള്ള ഈ ലൈനെ എന്ത് വിളിക്കാം? ലൈൻ ഓഫ് കൊളിവേഷൻ എന്ന് വിളിക്കാം. ഇനി ഒന്നും കൂടി ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കുക, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ദ ലൈൻ പാസിംഗ്, നമുക്ക് വേണമെങ്കിൽ ഒരു ഇമാജിനറി ലൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ദ ഇമാജിനറി ലൈൻ passing through the intersection of the horizontal and vertical crosshairs and the optical center of the object class and its continuation. So line of collimation എന്താണ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഈ നമ്മുടെ ഐ പീസ് ഒബ്ജക്റ്റ് കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ തന്നെയാണ്. അപ്പൊ ലൈൻ ഓഫ് സൈറ്റും ലൈൻ ഓഫ് കൊളിവേഷനും ഈ ഒരു ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പിന്റെ കേസിൽ സെയിം ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഡെഫിനേഷനും കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഡെഫിനേഷനിലേക്ക് പോവാണ്. That is about the axis of level tube. അപ്പൊ എന്താണ് ലെവൽ ട്യൂബ്? ലെവൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ ബബിൾ ട്യൂബ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബബിൾ ട്യൂബ് or sometimes it is known as plate level, and this bubble tube is attached on the horizontal plate. ഇവിടെ കാണാൻ പറ്റും, ഫിഗറിൽ കാണാൻ പറ്റും ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബ് ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ ഇതിന്റെ പൊസിഷൻ കാണാൻ പറ്റും. ഇനി പ്ലേറ്റ് ലെവല് അല്ലെങ്കിൽ ഈ ബബിൾ ട്യൂബിന്റെ ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേറ്റ് ലെവല് അല്ലെങ്കിൽ ഈ ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു സർക്കുലർ ട്യൂബിന്റെ ചെറിയൊരു പോർഷൻ ആണ്. അപ്പൊ ഒരു സർക്കിളിന്റെ ഒരു ചെറിയ പോർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ചെറിയൊരു ലോഞ്ചിറ്റ്യൂഡൽ കർവ് ഉണ്ടാവും അല്ലെ, സർക്കിളിന്റെ ഒരു പോർഷൻ. അപ്പൊ ആ കർവിന്റെ, ബബിളിന്റെ ചെറിയൊരു ടോപ്പില് ചെറിയൊരു ലോഞ്ചിറ്റ്യൂഡൽ കർവ് ഉണ്ട്. ആ കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയിരിക്കും? ഇപ്പൊ ബബിൾ ട്യൂബ് എന്താണെന്ന് അറിയാമെങ്കിൽ ആ ബബിൾ ട്യൂബിന്റെ മുകളിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കുന്ന ദി സ്ട്രെയിറ്റ് ലൈൻ ഈസ് നോൺ ആസ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. അപ്പൊ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കുക, ക്ലിയർ അല്ലേന്ന്. ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഈസ് നോൺ ആസ് ദി സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ longitudinal curve of the level tube at its center. It's also അടുത്ത കേസിൽ ഈ ഒരു ബബിൾ ട്യൂബിന്റെ നടുക്ക് ഒരു ബബിൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ബബിൾ എക്സാക്ട് സെൻട്രൽ ആണെങ്കിൽ, അതായത് ബബിൾ ട്യൂബിൽ കുറച്ച് ഗ്രാജുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഗ്രാജുവേഷൻസിന്റെ എക്സാക്ട് സെൻട്രലിലാണ് നമ്മുടെ ബബിൾ എങ്കിൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഈ കേസിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് പാരലൽ ആയിരിക്കും. അപ്പൊ ബബിൾ ട്യൂബിന്റെ എക്സാക്ട് സെൻട്രൽ വന്നാൽ ലെവൽ ട്യൂബ്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആണെങ്കിലോ അതേ സമയം അത് ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലലും ആയിരിക്കും. അപ്പൊ നമ്മുടെ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലൽ ആവുന്ന കേസാണ് ഇത്. ഓക്കെ, അപ്പൊ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ലെവൽ ട്യൂബ് അറ്റ് ഇറ്റ്സ് സെന്റർ. The axis of the level tube is horizontal when the bubble is centered. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റുകൾ മാത്രമാണ്, രണ്ട് ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. And this line becomes horizontal when the bubble in the central location of the center is in the center point. Okay. Then നമ്മുടെ അഞ്ചാമത്തെ ഡെഫിനേഷനിലേക്ക് പോവാണ്. That is about what is centering. Centering എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ താഴത്തെ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് എ, ബി ആൻഡ് സി. സപ്പോസ് എക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ എ ബി സി ആണ് നിങ്ങൾക്ക് മെഷർ ചെയ്യുന്നത്.
അതായത് ഇൻസ്ട്രുമെന്റ് ഈ ആ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഇൻസ്ട്രുമെന്റ് എവിടെ പ്ലേസ് ചെയ്യണം? എക്സാക്ട് ദ സ്റ്റേഷൻ മാർക്ക് ബിക്ക് മുകളിൽ പ്ലേസ് ചെയ്യണം അല്ലെ? എക്സാക്ട് ബിക്ക് മുകളിൽ വെക്കണ്ടേ? ബിയുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതിയോ? ഇല്ല. എക്സാക്ട് ബിയുടെ മുകളിൽ വെക്കുവാണെങ്കിൽ ദാറ്റ് ആംഗിൾ എ ബി സി വിൽ ബി അക്യുറേറ്റ്. ഒരു അക്യുറേറ്റ് ആംഗിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇൻസ്ട്രുമെന്റ് എവിടെ വെക്കണം? സ്റ്റേഷൻ പോയിന്റിന്റെ എക്സാക്ട് മുകളിൽ വെക്കണം. ഇപ്പൊ രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്റ്റേഷൻ പോയിന്റ് വല്ല പെഗ് അടിച്ചോ അല്ലെങ്കിലോ എന്തെങ്കിലും വെച്ചായിട്ടായിരിക്കും ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റേഷൻ പോയിന്റിന്റെ എക്സാക്ട്ലി മുകളിൽ ഇൻസ്ട്രുമെന്റിനെ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൻട്രിങ്ങിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്ന് പോവാം. ദ സെൻട്രിങ് ഈസ് ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ മാർക്ക്. അപ്പൊ സ്റ്റേഷൻ മാർക്കിന്റെ മുകളിൽ എക്സാക്ട്ലി നമ്മുടെ ഇൻസ്ട്രുമെന്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ പ്രോസസ്സാണ് സെൻട്രിങ്. ഇനി നമ്മുടെ അടുത്തൊരു ഓപ്പറേഷൻ ആണ്, ഈ പ്രോസസ് ആണ് തിയോഡലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, ദാറ്റ് ഈസ് നോൺ ആസ് ദി ട്രാൻസിറ്റിംഗ്. അപ്പൊ ട്രാൻസിറ്റിംഗ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലേക്ക് നോക്കിയാൽ മതിയോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ട്രാൻസിറ്റിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ 180 ഡിഗ്രി എബവ് ദ ട്രൂണിയൻ ആക്സിസ്. എന്താണ് ട്രൂണിയൻ ആക്സിസ്? ട്രൂണിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് തന്നെയാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ട് ആയിട്ട് ടെലിസ്കോപ്പ് ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിനെ നമ്മൾ റിവേഴ്സിംഗ് ദ ടെലിസ്കോപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലഞ്ചിങ് ഓപ്പറേഷൻ. അപ്പൊ ദ പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലഞ്ചിങ് ഓർ റിവേഴ്സിംഗ് ദ ടെലിസ്കോപ്പ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ടെലിസ്കോപ്പിന്റെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മോഷനാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ടെലിസ്കോപ്പിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യാൻ പറ്റും. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സിമിലർലി നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെന്റിനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ലോവർ സ്ക്രൂ, അപ്പർ സ്ക്രൂ എന്ന് പറഞ്ഞ 2 സ്ക്രൂ ഉണ്ട്. ലോവർ സ്ക്രൂ റിലീസ് ചെയ്താൽ ഈ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും ഒരുമിച്ച് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഏത് ഡയറക്ഷനിലേക്കാണ് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ആംഗിൾ എടുക്കാൻ പറ്റും. ഇനി ആ ലോവർ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് അപ്പർ സ്ക്രൂ മാത്രം ലൂസ് ചെയ്താലും ഈ അപ്പർ പ്ലേറ്റ്, ടെലിസ്കോപ്പ് ഉൾപ്പെടുന്ന ഈ അപ്പർ പ്ലേറ്റിനെ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വിംഗിങ് ദ ടെലിസ്കോപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദി പ്രോസസ് ഓഫ് ടേൺ ഇൻ ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ പ്രോസസ് ഓഫ് ടേൺ ഇൻ ദ ടെലിസ്കോപ്പ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ എന്താണ്? അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ട്രാൻസിറ്റിംഗ്. ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ ടേൺ ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസിറ്റിംഗ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് ഉൾപ്പെടുന്ന ഇൻസ്ട്രുമെന്റിനെ ടേൺ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? സ്വിംഗിങ് ദ ടെലിസ്കോപ്പ് എന്ന് വിളിക്കും. ഇനി നമുക്ക് നമ്മുടെ ടെലിസ്കോപ്പിനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്വിംഗ് ചെയ്യാം. അതായത് മീൻസ് നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഈ ഒരു ഫിഗറിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം, ഒബ്സർവർ നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇൻസ്ട്രുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ ടെലിസ്കോപ്പ് ഉൾപ്പെടുന്ന സംഭവം റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു സ്വിങ്ങിനെ റൈറ്റ് സ്വിങ് എന്ന് വിളിക്കും. അതായത് ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദി റൈറ്റ് സ്വിങ്. ഇപ്പൊ അതിന്റെ നേരെ റിവേഴ്സ് കേസ്, നമ്മുടെ ടെലിസ്കോപ്പിനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടെലിസ്കോപ്പ് ഉൾപ്പെടുന്ന ഭാഗം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ സ്വിങ്ങിനെ നമുക്ക് എന്ത് വിളിക്കാം? ലെഫ്റ്റ് സ്വിങ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് സ്വിംഗിങ് ദ ടെലിസ്കോപ്പ് എന്നതാണ്. അപ്പൊ ട്രാൻസിറ്റിംഗ് പഠിച്ചു, സ്വിംഗിങ് പഠിച്ചു. ജസ്റ്റ് റിവേഴ്സ്, രണ്ടും ജസ്റ്റ് റിവേഴ്സ് ആണ്. ട്രാൻസിറ്റിംഗ് വെർട്ടിക്കൽ പ്ലെയിനിൽ ദെൻ നമ്മുടെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. സ്വിംഗിങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിലെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ട്രാൻസിറ്റിംഗ് ഓപ്പറേഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എബോട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പൊ സ്വിംഗിങ് ഓപ്പറേഷൻ ഏത് ആക്സിസിന് എബോട്ട് ആയിട്ടായിരിക്കും? സ്വിംഗിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബോട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ ആക്സിസ് കൂടെ കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ ദ ഡെഫിനിഷൻ വിൽ ബി പെർഫെക്റ്റ്ലി കംപ്ലീറ്റ്. ഈ ഒരു പ്രോസസ്സും മനസ്സിലായാൽ
നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോവാണ്. വാട്ട് ഈസ് നോൺ ആസ് ദി ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇതാണ് നിങ്ങളുടെ വെർട്ടിക്കൽ സർക്കിൾ, ഇത് ഐ പീസ്. മീൻസ് ഈ ഒരു ഫിഗറിന്റെ തൊട്ട് മുമ്പിലാണ് ഒബ്സർവർ നിൽക്കുന്നത്. വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിന്റെ ഏത് സൈഡിലാണ്? ഈ ഫിഗർ നോക്കി അറിയാം, ഒബ്സർവർ ജസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുവാണെങ്കിൽ ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വെർട്ടിക്കൽ സർക്കിൾ. ഞാൻ ഇൻസ്ട്രുമെന്റിൽ എടുക്കുന്ന ഒബ്സർവേഷനെ, ആംഗുലർ ഒബ്സർവേഷനെ നമ്മൾ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെഫിനിഷനിലേക്ക് എന്ന് പോകാം. ഇത് ഫേസ് ഓഫ് ദി വെർട്ടിക്കൽ സർക്കിൾ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഒബ്സർവർ. ഇത് ഒബ്സർവേഷൻ ഓഫ് ആംഗിൾ ഈസ് നോൺ ആസ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. അതായത് ഇവിടെ ഐ പീസ് ഉൾപ്പെടുന്ന, അതായത് ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ. അതായത് നമ്മുടെ ഈ ആരോ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന്റെ ഡയറക്ഷനാണ്. അപ്പൊ ആ ഡയറക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമ്മുടെ ഒബ്സർവേഷൻസ് കിട്ടുന്നതെല്ലാം ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻസ് ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ടേം ആണ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കും. അപ്പൊ ഫേസ് റൈറ്റ് ഒബ്സർവേഷനിൽ നിങ്ങൾ നോക്കി, ഇതാണ് നിങ്ങളുടെ വെർട്ടിക്കൽ സർക്കിൾ. ഒബ്ജക്റ്റീവ് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഒബ്ജക്റ്റീവ് ഇവിടെയാണെങ്കിൽ ഒബ്സർവർ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒബ്സർവറുടെ ഏത് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ? റൈറ്റ് സൈഡിലാണ് അല്ലെ? അപ്പോൾ ഇവിടെ ഒബ്സർവറുടെ റൈറ്റ് സൈഡിൽ വെർട്ടിക്കൽ സർക്കിൾ ആയിരിക്കും. ആ ഇൻസ്ട്രുമെന്റിൽ ഒബ്സർവ് ചെയ്യുന്ന ആംഗുലർ മെഷർമെന്റ്സിനെ അപ്പൊ എന്ത് വിളിക്കാം? ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ if the face of the vertical circle is to the right of the observer, ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇത് ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ആണോ? ഇനി ഇതുപോലെ സിമിലർ ആയിട്ടുള്ള തൊട്ട് മുമ്പ് പറഞ്ഞ ഫേസ് റൈറ്റ് ഒബ്സർവേഷന് സിമിലർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടേം ആണ് ടെലിസ്കോപ്പ് നോർമൽ. അപ്പോൾ തിയോഡലൈറ്റ് സർവേയില് ടെലിസ്കോപ്പ് ഈസ് നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് if the face that means that face of the vertical circle is to the left side of the observer. ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ എങ്കിൽ that position of the telescope is known as telescope normal. It is also termed as telescope director. ഇപ്പൊ ഐ പീസും വെർട്ടിക്കൽ സർക്കിളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത്? നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ ഈ ഒരു പൊസിഷനെ നമ്മൾ എന്ത് വിളിക്കും? ടെലിസ്കോപ്പ് നോർമൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഡയറക്ടർ എന്ന് പറയും. ഇനി ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ജസ്റ്റ് റിവേഴ്സ് ആയിട്ടുള്ള ടേം ആണ് ടെലിസ്കോപ്പ് ഇൻവേർട്ടർ. അപ്പൊ ഇതെന്തായിരിക്കും? അപ്പോൾ ടെലിസ്കോപ്പ് നോർമൽ എന്താണെന്ന് അറിയാമെങ്കിൽ, ടെലിസ്കോപ്പ് ഡയറക്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ ടെലിസ്കോപ്പ് ഇൻവേർട്ടഡ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ. ആൻഡ് ദിസ് പൊസിഷൻ ഓഫ് ദി ടെലിസ്കോപ്പ് ഈസ് നോൺ ആസ് ടെലിസ്കോപ്പ് ഇൻവേർട്ടർ. The vertical circle is to the right side of the observer. Okay. ഇനി നിങ്ങൾക്ക് തിയോഡലൈറ്റ് സർവേയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ചേഞ്ചിങ് ഫേസ്. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചതെന്ന് നിങ്ങൾക്ക് എന്താണ് ലെഫ്റ്റ് ഫേസ് എന്നറിയാം, എന്താണ് റൈറ്റ് ഫേസ് എന്നറിയാം, ലെഫ്റ്റ് ഫേസ് ഒബ്സർവേഷൻ എന്താണെന്നറിയാം, റൈറ്റ് ഫേസ് ഒബ്സർവേഷൻ എന്നറിയാം. Then the changing phase means the operation of bringing the face of the telescope from left to right and vice versa. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചു തുടങ്ങും. ഇപ്പൊ ഈ കേസിൽ ഇൻസ്ട്രുമെന്റിന്റെ ഏത് സൈഡിലാണ് ഐ പീസ് നിങ്ങൾക്ക് ഫ്രണ്ടിലാണ് കാണുന്നത്. അപ്പൊ ഒബ്സർവറിന്റെ ഏത് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ? ലെഫ്റ്റ് സൈഡിലാണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇൻസ്ട്രുമെന്റിന്റെ, അതായത് ഫേസ് ലെഫ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ പൊസിഷൻ. ഇനി നമുക്ക് ഈ ഫേസിനെ റൈറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതിനെ ഈ ഒരു ഇതേ സെറ്റപ്പില് ഇൻസ്ട്രുമെന്റിന്റെ ഫേസിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ചേഞ്ചിങ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഒബ്സർവർ റീഡിംഗ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ സർക്കിളിന്റെ പൊസിഷൻ ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ദെൻ അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന, വെർട്ടിക്കൽ സർക്കിളിനെ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ്. സപ്പോസ് ഇൻസ്ട്രുമെന്റ് ഇപ്പൊ റീഡിംഗ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ എങ്കിൽ തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വെർട്ടിക്കൽ സർക്കിളിനെ കൊണ്ടുവരുന്ന പ്രോസസ്സ്. ഇതിനെയാണ് നമ്മൾ ചേഞ്ചിങ് ഫേസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആംഗുലർ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച 3 പോയിന്റ് ഉണ്ട് അല്ലെ, ഗ്രൗണ്ടിലുള്ള 3 പോയിന്റ് ABC. അപ്പൊ ആ ഒരു ആംഗിൾ ABC മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെന്റിനെ പോയിന്റ് ബിയിൽ പ്ലേസ് ചെയ്യും.
പോയിന്റ് ബിയിൽ വെച്ചിട്ട് ഇൻസ്ട്രുമെന്റ് ഫേസ് ലെഫ്റ്റ് കണ്ടീഷൻ ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും നമ്മൾ ഒബ്സർവേഷൻ എടുക്കാറുണ്ട്. രണ്ട് ഫേസിലും നമ്മൾ റീഡിങ് എടുക്കാറുണ്ട്. ഇൻസ്ട്രുമെന്റ് അഡ്ജസ്റ്റ്മെന്റിൽ വന്ന എന്തെങ്കിലും കർവ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് ഫേസിലും റീഡിങ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്ട്രുമെന്റിന്റെ ഫേസ് മാറ്റേണ്ടി വരും. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ ഫേസ് നമുക്ക് എങ്ങനെ മാറ്റാം? ഈ ഒരു പൊസിഷനിലേക്ക് സപ്പോസ് ലെഫ്റ്റ് ഫേസിൽ നിന്ന് റൈറ്റ് ഫേസിലേക്ക് മാറ്റാൻ എന്തായിരിക്കും ഒരു എളുപ്പവഴി? ഫസ്റ്റ് നമ്മുടെ ഹൈ പീസ്, അതായത് ഒന്ന് ഇൻസ്ട്രുമെന്റിനെ ഒന്ന് ട്രാൻസിറ്റ് ചെയ്യാം, ഒരു 180 ഡിഗ്രി ഒന്ന് വെർട്ടിക്കൽ പ്ലെയിനിൽ ഒന്ന് റിവോൾവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഐ പീസ് ജസ്റ്റ് ബാക്കിലേക്ക് പോകും അല്ലെ. എന്നിട്ട് ഇൻസ്ട്രുമെന്റിനെ ജസ്റ്റ് 180 ഡിഗ്രി ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം, അതായത് ഒന്ന് സ്വിങ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫേസ് ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് വരും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് തിയോഡലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫേസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഫേസ് മാറ്റുന്ന ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ എന്ത് വിളിക്കും? ചേഞ്ചിങ് ഫേസ് എന്ന് വിളിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോവാണ് ഈ ക്ലാസ്സിന്റെ. ദാറ്റ് ഈസ് അബൌട്ട് ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ എന്താണ് തിയോഡലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്? അപ്പൊ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ സീ ടു ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അതായത് തിയോഡലൈറ്റിൽ രണ്ട് ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് സപ്പോസ് ഗ്രൗണ്ടിൽ 3 സ്റ്റേഷൻ പോയിന്റ് ഉണ്ട്, എ, ബി ആൻഡ് സി. ഇനി എ, ബി, സി എന്ന് 3 സ്റ്റേഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ ആ 3 സ്റ്റേഷൻ പോയിന്റിലേക്കും ഇൻസ്ട്രുമെന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേഷൻ പോയിന്റ്, ഓരോ സ്റ്റേഷൻ പോയിന്റിലും ഒബ്സർവേഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന സീരീസ് ഓഫ് ഓപ്പറേഷനെയാണ് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന്. എന്താണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്? മെയ്ഡ് അറ്റ് എവറി സെറ്റപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റിനെ ഓരോ സ്റ്റേഷനിലും സെറ്റ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം എന്ത് വിളിക്കണം, എന്ത് ചെയ്യണം? സോ അടുത്തത് വാട്ട് ഈസ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? ദാറ്റ് എസ്റ്റാബ്ലിഷ് ഫിക്സഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആക്ട്സ് ഓഫ് ദി essential for the accuracy of result. ഇത് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പെർമനന്റ് ആണ്. അതായത് ഒരിക്കൽ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് പെർഫോം ചെയ്ത് കഴിയും. ജോസ് മാഡം ഒന്ന് പവർ പോയിന്റ് സ്ലൈഡ് ഷോയിലേക്ക് ഇടണേ. ഓക്കെ. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതായത് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് വൺസ് ഡൺ റിമെയിൻ ഫിക്സഡ് ഫോർ എ കൺസിഡറബിൾ ടൈം. പക്ഷെ ടെമ്പററി, ഇതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടെമ്പററി, ദാറ്റ് വി ഹാവ് ടു റിപ്പീറ്റ് അറ്റ് എവരി ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ്. whereas permanent adjustment remains permanent for a considerable period of time. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. Let us see what is temporary adjustment. At each station point observation, we carry out operation. Those are required to be done on an instrument in order to make it ready for taking observation. But just പറഞ്ഞ കാര്യമാണ്, ഓരോ സ്റ്റേഷൻ പോയിന്റിലും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഒബ്സർവേഷൻ നോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് സീക്വൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സെറ്റ് ഓഫ് ഓപ്പറേഷൻ, അതായത് ഓരോ വട്ടം ഓപ്പറേഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഈ ഓപ്പറേഷൻസിന്റെ സീക്വൻസിനെയാണ് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. there are 3 types. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിനെ നമുക്ക് 3 സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ലെവലിംഗ് അപ്പ് ആണ്. ആൻഡ് തേർഡ് പ്രോസസ് ഈസ് ദി എലിമിനേഷൻ ഓഫ് പാരലാക്സ്. നമുക്ക് ഈ പ്രോസസ്സ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്, ദാറ്റ് ഈസ് എ സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ.
അപ്പൊ എന്തായിരിക്കും സെറ്റിംഗ് ഓവർ ദ സ്റ്റേഷൻ? കഴിഞ്ഞ ക്ലാസ് നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ സെൻട്രിങ് പറഞ്ഞിരുന്നു. അപ്പൊ സെറ്റിംഗ് അപ്പില് 2 സ്റ്റെപ്പ് ഉണ്ട്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെൻട്രിങ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അപ്രോക്സിമേറ്റ് ലെവലിംഗ്. അപ്പൊ സെറ്റിംഗ് അപ്പിലെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സെൻട്രിങ് എന്ന സെൻട്രിങ് മീൻസ് ദ പ്രോസസ് ഓഫ് ഓവർ ബൈ എ പ്ലംബ് ഓർ ഒപ്റ്റിക്കൽ പ്ലംബ്. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഉണ്ട്, എന്നോ ബിന്നോ സിന്നോ എന്ത് വേണേലും വിളിക്കാം. നമ്മൾ പെഗോ എന്തെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾക്ക് എക്സാക്ട്ലി പ്ലേസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കോമ്പസ് ഒക്കെ ഉപയോഗിച്ച സ്ഥിതിക്ക് നിങ്ങൾ ജസ്റ്റ് കല്ല് ഡ്രോപ്പ് ചെയ്യോ ജസ്റ്റ് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ സെന്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് തിയോഡലൈറ്റ് കുറച്ചുകൂടെ അക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് സെന്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലംബോബ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്ലംബ് ഇതിൽ ഏതെങ്കിലും ആണ് നമ്മൾ സെന്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പൊ സെറ്റിംഗ് അപ്പ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ആദ്യമേ നമ്മൾ ഇൻസ്ട്രുമെന്റ് വെക്കണമെന്നില്ല, ട്രൈപോഡ് തന്നെ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാം. അപ്പൊ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ സ്റ്റേഷൻ പോയിന്റിന്റെ മുകളിലായിട്ട് എക്സാക്ട്ലി ആ ട്രൈപോഡിനെ പ്ലേസ് ചെയ്യുന്ന ഈ പ്രോസസ്സിൽ ഫസ്റ്റ് പ്രോസസ് ആണ് സെറ്റിംഗ് അപ്പിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റേഷൻ പോയിന്റിന്റെ എക്സാക്ട് മുകളിൽ വെച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ട്രൈപോഡ് പാരലൽ ആണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആണ് എന്ന് എൻഷുർ ചെയ്യണം. അതായത് ഇതിൽ ടിൽറ്റ് ഒന്നുമില്ല, സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ഒന്നുമില്ല, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഒരു ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആണെന്ന് എൻഷുർ ചെയ്യണം. ഇതാണ് സെറ്റിംഗ് അപ്പിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ദ അപ്രോക്സിമേറ്റ് ലെവലിംഗ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രൈപോഡ് ലെഗ്സ്. അതായത് ട്രൈപോഡ് ലെഗ്സ് വെച്ചിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ലെവൽ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെറ്റിംഗ് അപ്പിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ ട്രൈപോഡ് ലെഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി ലെവൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ലെവൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് സ്ഥിതിക്ക് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അതായത് നമുക്ക് ലെഗിനെ റേഡിയലി മൂവ് ചെയ്യാം. അതായത് ഇങ്ങനെ റേഡിയൽ ഡയറക്ഷനിൽ നമ്മൾ ട്രൈപോഡിന്റെ ലെഗിനെ മൂവ് ചെയ്യാം. പക്ഷെ റേഡിയൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെൻട്രി മാറും അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? മൂവിങ് ദ ലെഗ് സർക്കംഫറൻഷ്യലി. അതായത് സർക്കംഫറൻഷ്യലി മീൻസ് അതായത് ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താണ്, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് സെൻട്രിങ് തൊട്ട് മുമ്പ് ചെയ്ത സെൻട്രിങ് അധികം ഓൾട്ടർ ചെയ്യാതെ ട്രൈപോഡിന്റെ ഹെഡ് ഹൊറിസോണ്ടൽ ആക്കാൻ നമുക്ക് പറ്റും. അതായത് ആ ഹൊറിസോണ്ടൽ ട്രൈപോഡിന്റെ ഹൊറിസോണ്ടൽ അതായത് മുകളിൽ കാണിച്ചിരിക്കുന്ന ട്രൈപോഡിന്റെ ഹെഡ് ടിൽറ്റ് ആണ് ആ ഒരു സർക്കംഫറൻഷ്യൽ മൂവ്മെന്റിൽ വരുന്നത്. സെൻട്രിങ് അധികം മാറില്ല. അപ്പൊ അപ്രോക്സിമേറ്റ് ലെവലിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ തൊട്ട് മുമ്പ് പറഞ്ഞ അപ്രോക്സിമേറ്റ് ലെവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ ചെറുതായിട്ട് ട്രൈപാച്ചിൽ ചെറിയൊരു സർക്കുലർ ബബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അപ്പൊ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ദ ഐ ജഡ്ജ്മെന്റ്. ഐ ജഡ്ജ്മെന്റിലൂടെ നമുക്ക് നമ്മുടെ ട്രൈപോഡ് ഹെഡ് ലെവൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, ആ ടോപ്പ് പോർഷൻ ഓൾമോസ്റ്റ് നമ്മുടെ ഐ ജഡ്ജ്മെന്റിലൂടെ ഹൊറിസോണ്ടൽ ആണെന്ന് എൻഷുർ ചെയ്യാം. അപ്പൊ ട്രൈപോഡ് ഇങ്ങനെ എക്സാക്ട്ലി സ്റ്റേഷൻ പോയിന്റിന്റെ മുകളിൽ വെച്ചു, ട്രൈപോഡ് ഹെഡിനെ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആക്കി. ഈ രണ്ട് പ്രോസസ് ആണ് സെറ്റിംഗ് അപ്പ് എന്ന ഹെഡിങ്ങിൽ നടക്കുന്നത്. അതായത് ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രുമെന്റിനെ നമ്മുടെ ട്രൈപോഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. ദെൻ അറ്റാച്ച് ചെയ്ത് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിംഗ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. അതായത് ആ പ്രോസസ്സിൽ എന്താണ് ചെയ്തത്, സെറ്റിംഗ് അപ്പ് എന്നാണ് ആ പ്രോസസ്സിനെ നമ്മൾ കംപ്ലീറ്റ് വിളിച്ചത്. അതിൽ 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യമേ സെൻറ്റർ ചെയ്യും, അതായത് ഇൻസ്ട്രുമെന്റ് ട്രൈപോഡിനെ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെന്റർ ആയിട്ട് നമ്മൾ സ്റ്റേഷൻ പോയിന്റിന്റെ സെന്റർ ആയിട്ട് പ്ലേസ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്ത്, ട്രൈപോഡ് ലെഗിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഇൻസ്ട്രുമെന്റിന്റെ ട്രൈപോഡ് ഹെഡിനെ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആക്കി കീപ്പ് ചെയ്യും. അപ്പൊ ഈ 2 പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് പോവാണ്, ലെവലിംഗ് അപ്പ്. തൊട്ട് മുമ്പത്തെ പ്രോസസ്സിൽ ഒരു അപ്രോക്സിമേറ്റ് ലെവലിംഗ് മാത്രമേ ചെയ്തുള്ളൂ. ഈ ലെവലിംഗ് അപ്പ് എന്നുള്ള പ്രോസസ്സ് ആക്ച്വലി അക്യുറേറ്റ് ലെവലിംഗ് ആണ്. That accurate leveling is done with the help of foot screws and with the reference to the plate level. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റ് ലെവല്. നമ്മുടെ ഫുഡ് സ്ക്രൂസ് ഏതാണ്? ഈ 3 സ്ക്രൂസ് ആണ്. അപ്പൊ ഈ 3 ഫുഡ് സ്ക്രൂസിനും പ്ലേറ്റ് ലെവലും ഉപയോഗിച്ചാണ് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അക്യുറേറ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുമ്പ് പഠിച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി അക്യുറസി ഓഫ് ദി ഒബ്സർവേഷൻസ് ടേക്കൺ ഫ്രം ദി തിയോഡലൈറ്റ്. So the purpose of the leveling is to make the vertical axis truly vertical. ഇനി leveling up in the procedure that actually depends upon
there are 3 leveling screws or 4 leveling screws. ചില ഇൻസ്ട്രുമെന്റിൽ 3 leveling screws, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഇൻസ്ട്രുമെന്റ് അല്ലെ, അതിൽ 3 leveling screws ഉള്ളൂ. അപ്പൊ ചിലപ്പോ ചില ഇൻസ്ട്രുമെന്റിലൊക്കെ 4 സ്ക്രൂസ് കാണാറുണ്ട്. അപ്പൊ 3 leveling screws ആണോ 4 leveling screws ആണോ ഇൻസ്ട്രുമെന്റിൽ ഉള്ളത് എന്നനുസരിച്ച് നമ്മുടെ ഈ ലെവലിംഗ് അപ്പ് എന്നുള്ള ഓപ്പറേഷന് ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് 3 leveling screws പ്രൊവൈഡ് ചെയ്ത ഇൻസ്ട്രുമെന്റിനെ എങ്ങനെ പ്രോപ്പർലി ലെവൽ ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ അതിലെ 3 സ്ക്രൂ ഹെഡ് ഉള്ള ഇൻസ്ട്രുമെന്റിലെ ലെവലിംഗ് അപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഞാൻ വായിക്കാണ്. ടേൺ ദ അപ്പർ പ്ലേറ്റ് until the longitudinal axis of the plate level is roughly parallel to a line joining any 2 of the leveling screws. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഫിഗറിൽ നമുക്ക് 2 leveling screws കാണുന്നുള്ളൂ. ആ ലെവലിംഗ് സ്ക്രൂവിനെ ഞാൻ എ എന്നും ബി എന്നും വിളിക്കുകയാണ്. ഈ പ്ലേറ്റ് ലെവലും കാണാം. ഇനി ഈ പ്ലേറ്റ് ലെവലിന്റെ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഡയറക്ഷനിൽ വരും. ആ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് ഈ ലെവലിംഗ് സ്ക്രൂസ് എനെയും ബിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിന് പാരലൽ ആയിരിക്കണം. പാരലൽ ആയിരിക്കണം എന്ത്, നമ്മുടെ പ്ലേറ്റ് ലെവലിന്റെ ആക്സിസ്. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കിയ ആ ഒരു സെന്റൻസ്, ടേൺ ദ അപ്പർ പ്ലേറ്റ്, അതായത് ഇൻസ്ട്രുമെന്റിനെ ടേൺ ചെയ്യുക എങ്ങനെ, until the longitudinal axis of the plate level, plate level ഈ longitudinal line joining any of the 2 foot screws A and B. ഇപ്പൊ 2 ഫുട്ട് സ്ക്രൂസിന് പാരലൽ ആവുന്നോടം വരെ ഇൻസ്ട്രുമെന്റിന്റെ ആക്സിസ് ഇൻസ്ട്രുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ഒരു സ്കെച്ചിലൂടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ. ഈ പൊസിഷനെ ഞാൻ പൊസിഷൻ എ എന്ന് വിളിക്കുകയാണ്. ഗ്രീൻ ഷെയ്ഡിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്ത ലെവലിംഗ് സ്ക്രൂ എ ആൻഡ് ബി. ആ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ അറ്റ എൻഡിലുള്ള തേർഡ് ലെവലിംഗ് സ്ക്രൂ, അതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ 3 ലെവലിംഗ് സ്ക്രൂ മാർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ പ്ലേറ്റ് ലെവൽ മാർക്ക് ചെയ്തു. പ്ലേറ്റ് ലെവലിന്റെ നടുക്ക് നിങ്ങൾക്ക് ബ്ലൂ ഷെയ്ഡിൽ ജസ്റ്റ് ആ ബബിളും കൂടെ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പർ പ്ലേറ്റിനെ, നമ്മുടെ ഇൻസ്ട്രുമെന്റിനെ അപ്പർ പ്ലേറ്റിനെ ഇങ്ങനെ സ്വിങ് ചെയ്യുക until the longitudinal axis of the plate level is parallel to the line joining the 2 foot screws A and B. അപ്പൊ ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ പൊസിഷൻ എ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹോൾ നമ്മുടെ 2 leveling screws, നമ്മൾ സെലക്ട് ചെയ്ത ലെവലിംഗ് സ്ക്രൂ ഇല്ലേ എനെ ബിനെ, ജസ്റ്റ് ഹോൾ ബിറ്റ്വീൻ ദ തം ആൻഡ് ദി ഫസ്റ്റ് ഫിംഗർ. നമ്മുടെ തമ്പിനും ഫസ്റ്റ് ഫിംഗറിനും ഇടയിൽ ഹോൾഡ് ചെയ്യുക of each hand and turn them uniformly so that the thumb move either towards each other or away from each other until the bubble is central. അതായത് ഇങ്ങനെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ ലെവലിംഗ് സ്ക്രൂ എനെയും ബിനെയും നമ്മുടെ 2 കൈയിലും ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്നെങ്കിൽ ഇൻവേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ രണ്ടിനെയും ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുക. അപ്പൊ എവിടെ വരെ ടേൺ ചെയ്യണം, ബബിള് ഈ ഒരു പ്ലേറ്റ് ലെവലിന്റെ നടുക്ക് എക്സാക്ട് സെന്ററിൽ വരുന്നോടം വരെ ഇൻസ്ട്രുമെന്റിനെ ഈ രീതിയിൽ ടേൺ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു പൊസിഷൻ നോക്കാം. ഒന്നെങ്കിൽ പൊസിഷൻ എയിൽ നോക്കി 2 ബബിളിനെ ഇൻവേർഡ് ഡയറക്ഷനിൽ ടേൺ ചെയ്തിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ഒരു ഫിഗറിൽ കാണാം. ഈ ഫിഗറിലോ ഇൻസ്ട്രുമെന്റിന്റെ 2 ലെവലിംഗ് സ്ക്രൂസ്, നമ്മൾ സെലക്ട് ചെയ്ത ലെവലിംഗ് സ്ക്രൂ എയും ബിയും ഏത് ഡയറക്ഷനിലാണ്, രണ്ടും ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഫിഗർ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ബബിളിന്റെ മൂവ്മെന്റ് ആക്ച്വലി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് തമ്പിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പൊസിഷൻ എയില് ഫസ്റ്റ് നോക്കിയാൽ ഈയില് ഇത് ഇൻവേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ആരോ അല്ലെ, ഇൻവേർഡ് ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിൽ പോയപ്പോഴത്തേക്കും ബബിള് ആ റൈറ്റ് സൈഡിലേക്ക് ഇൻവേർഡ് ഇങ്ങനെ പോയി. ഇനി ഇത് ഔട്ട്വേർഡ് ആയപ്പോഴത്തേക്കോ ഈ ബബിളും ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് വന്നു. അപ്പൊ എപ്പോഴും ലെഫ്റ്റ് തമ്പിന്റെ മോഷനെയാണ് ഈ ബബിള് ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ബബിളിനെ എക്സാക്ട് സെന്ററിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പൊസിഷൻ എയില് എങ്ങനെ എപ്പോ വരെ ടേൺ ചെയ്യണം, ആ പൊസിഷൻ എയില് ബബിള് ഗ്രാജുവേഷൻസിന് ഇടയിൽ എക്സാക്ട് സെന്ററിൽ നിൽക്കുന്നോടം വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. നമ്മുടെ ബബിള് നമ്മുടെ പൊസിഷനിൽ എക്സാക്ട് സെന്ററിലാണ്. ഇനി അടുത്തത്, അതായത് എക്സാക്ട് സെന്ററിൽ ആയിരിക്കുന്ന ഒരു ഫിഗർ കൂടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ ബബിള് നമ്മുടെ ബബിൾ ട്യൂബിന്റെ ഇടയിൽ എക്സാക്ട് സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പില് ആ ഫസ്റ്റ് സ്റ്റെപ്പിലെ പൊസിഷനിൽ വെച്ചിട്ട് ബബിളിനെ സെന്റർ ചെയ്തു. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ടേൺ ദ അപ്പർ പ്ലേറ്റ് ത്രൂ 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ അപ്പർ പ്ലേറ്റിനെ ടേൺ ചെയ്യാം until the axis of the level
passes over the position of the third level screw. അപ്പൊ ഇതിൽ ഇതാണ് നമ്മുടെ തേർഡ് ലെവൽ സ്ക്രൂ, മറ്റേതായിരുന്നു എയും ബിയും. അപ്പൊ ഈ തേർഡ് ലെവൽ സ്ക്രൂവിന് മോഡിലൂടെ ഈ ആക്സിസ്, ലെവലിന്റെ ആക്സിസ് പാസ് ചെയ്യുന്ന രീതി. പ്ലെയിൻ ലെവലിന്റെ ആക്സിസിനെ ജസ്റ്റ് താഴേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തേർഡ് ലെവൽ സ്ക്രൂവിൽ കൂടെ പാസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ തൊട്ട് മുമ്പുള്ള ലെവൽ സ്ക്രൂ ഉണ്ടായിരുന്ന എയും ബിയും അതിന് ജസ്റ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ പ്ലെയിൻ ലെവൽ. അതിന് നമുക്കൊരു ജസ്റ്റ് ഒരു ഡയഗ്രായിട്ട് റെപ്രസെന്റ് ചെയ്താൽ ഇതാണ് നമ്മുടെ 3 ലെവൽ സ്ക്രൂ. ഇപ്പൊ നമ്മൾ തേർഡ് ലെവൽ സ്ക്രൂ സി ആണ് നമ്മൾ എൻഹാൻസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ തേർഡ് ലെവൽ സ്ക്രൂവിന് പാരലായിട്ട് അല്ലെങ്കിൽ മറ്റേ 2 ലെവൽ സ്ക്രൂ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു പ്ലെയിൻ ലെവലിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. 2 ലെവൽ സ്ക്രൂസിലും പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതിനെയാണ് നമ്മൾ പൊസിഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊസിഷൻ ബിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പൊസിഷൻ എയിൽ നിന്ന് ഇൻസ്ട്രുമെന്റിനെ ഒരു 90 ഡിഗ്രിയിൽ ടേൺ ചെയ്താൽ മതിയാവും. അപ്പൊ ഒരു 90 ഡിഗ്രി ഇൻസ്ട്രുമെന്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ ഒരു പൊസിഷനിലേക്ക് വരും. ഇനി ഈ പൊസിഷനിൽ വരുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരിക്കും, ഈ പൊസിഷനിൽ ബബിളിനെ സെന്റർ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ടു ടേൺ ദ ലെവൽ സ്ക്രൂ സി until the bubble is central. അതായത് പ്ലെയിൻ ലെവലിലെ ബബിള് സെൻട്രൽ ആവുന്നതോടെ വരെ ലെവൽ സ്ക്രൂവിനെ സിനെ ടേൺ ചെയ്യാം. അപ്പൊ ലെവൽ സ്ക്രൂവിനെ നമുക്ക് ഇൻവേർട്ട് ഡയറക്ഷനിൽ ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ടേൺ ചെയ്യാം. അപ്പൊ ഒരു ഇൻവേർട്ട് ഡയറക്ഷനിൽ ടേൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോഷൻ അനുസരിച്ച് ബബിൾ മാറും. ഈ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണെങ്കിലോ അതനുസരിച്ച് ബബിളിന്റെ പൊസിഷൻ മാറും. അപ്പൊ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഇൻവേർഡോ ഔട്ട്വേർഡോ ലെവൽ സ്ക്രൂവിനെ ടേൺ ചെയ്യാം till the bubble is in the central position. ഇതാണ് നമ്മുടെ പൊസിഷൻ ബി. 90 ഡിഗ്രി പൊസിഷൻ എക്ക് 90 ഡിഗ്രി ആണ്, ബബിളിനെ സെൻട്രൽ ആക്കി. അങ്ങനെ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. ബബിൾ ഈസ് ഇൻ ദി എക്സാക്ട് സെൻട്രൽ പൊസിഷൻ. ഓക്കെ ആണോ? ഇനി നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, 2 ലെവൽ സ്ക്രൂസിനെ പാരലായിട്ട് വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, ആ പൊസിഷനിൽ അതിനെ സെന്റർ ചെയ്തു. തേർഡ് സ്റ്റെപ്പിലോ ലെവൽ സ്ക്രൂവിനെ 3ാമത്തെ സ്ക്രൂവിന് പാരലായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ 2 ലെവൽ സ്ക്രൂവിനെ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തു. ഞാൻ ആ പൊസിഷനിൽ ഒരു മറ്റേ സി സ്ക്രൂ മാത്രം തിരിച്ച് അതിനെ സെന്റർ ചെയ്തു. ഇനി അടുത്ത 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിന്റെ റിപ്പീറ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിന്റെ റിപ്പീറ്റ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ പൊസിഷനിലേക്ക് ഇൻസ്ട്രുമെന്റിനെ തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും ബബിള് സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ ആക്കുക. അതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ്. സോ ദാറ്റ് ഈസ് റിട്ടേൺ ദ അപ്പർ പ്ലേറ്റ് through 90 degree to its original position and repeat step 2 till the bubble is central. ബബിൾ സെൻട്രൽ ആവുന്നതോടെ വരെ നമ്മുടെ തൊട്ട് മുമ്പ് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്ത 6ാമത്തെ സ്റ്റെപ്പ് അപ്പൊ എന്തായിരിക്കും, തൊട്ട് മുമ്പ് പറഞ്ഞ ലാസ്റ്റ് 2 സ്റ്റെപ്പ്, അതായത് തേർഡ് ആൻഡ് ഫോർത്തിന്റെ റിപ്പീറ്റ് ആയിരിക്കും. അപ്പൊ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ടേൺ ബാക്ക് അഗെയിൻ, വീണ്ടും ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. ദെൻ അടുത്ത എന്താണ്, ബബിളിനെ സെൻട്രലിലേക്ക് കൊണ്ടുവരും. ഈ ഒരു പ്രോസസ്സ് 6ാമത്തെ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ 4 സ്റ്റെപ്പിൽ പറഞ്ഞ ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുക till the bubble is in the central position. ഇനി ബബിൾ സെൻട്രൽ പൊസിഷൻ ആണ്. ലാസ്റ്റ് ട്രയലും ബബിൾ സെൻട്രലിൽ വന്നാൽ ജസ്റ്റ് ഇൻസ്ട്രുമെന്റിനെ ഒന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ബബിൾ സെൻട്രൽ പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് പെർഫെക്റ്റ്ലി ടെമ്പറലി അഡ്ജസ്റ്റഡ്. അപ്പൊ ഇനി വരുന്നില്ല എങ്കിൽ, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടും ഇൻസ്ട്രുമെന്റ് സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ ഇൻസ്ട്രുമെന്റിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിന് എറർ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇൻസ്ട്രുമെന്റിനെ ഒന്നുകൂടെ പെർമനന്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം, പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് പെർഫോം ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെവലിംഗ് അപ്പ് എന്ന പ്രോസസ്സിൽ 3 സ്ക്രൂ ഹെഡ് ആണ് ഉണ്ടെങ്കിൽ ലെവലിംഗ് അപ്പ് എന്ന പ്രൊസീജിയർ ഈ രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾ ലെവൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് എന്താണ്, ഇൻസ്ട്രുമെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ലെവലിംഗ് അപ്പില് ഇൻസ്ട്രുമെന്റ് 2 ലെവൽ സ്ക്രൂസിന് പാരലായിട്ട് വെച്ചു. ഇനി ലെവൽ സ്ക്രൂവിന് പാരലാക്കി വെച്ചിട്ട് ആ പൊസിഷനിൽ ബബിളിനെ സെൻട്രൽ ആയിട്ട് കൊണ്ടുവന്നു. ഇനി അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ ആദ്യത്തെ 2 ലെവൽ സ്ക്രൂവിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു. തേർഡ് ലെവൽ സ്ക്രൂ ടേൺ ചെയ്ത് ബബിളിനെ സെൻട്രൽ കൊണ്ടുവന്നു. ഇനി ഈ അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ 4 സ്റ്റെപ്പിന്റെ റിപ്പീറ്റേഷൻ ആണ്. ദെൻ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റിന് 180 ഡിഗ്രി ടേൺ ചെയ്ത് നോക്കുക. ബബിൾ സെൻട്രൽ പൊസിഷനിൽ തന്നെ നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇൻസ്ട്രുമെന്റ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ എറർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇൻസ്ട്രുമെന്റ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് പെർഫോം ചെയ്തിട്ട് വേണം പിന്നെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ തൽക്കാലം ഇത്രയാണ് ലെവലിംഗ് അപ്പ് എന്ന പ്രൊസീജിയറിൽ ഉദ്ദേശിക്കുന്നത്. ഇനി സപ്പോസ് ലെവലിംഗ് ഈ പ്രൊസീജിയറിൽ 3 സ്ക്രൂവിന് പകരം 4 ലെവൽ സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്ത സിറ്റുവേഷൻ,
ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റിനെ ലെവൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് 4 ലെവൽ സ്ക്രൂസ് ഉണ്ട്. അപ്പൊ ആ സ്ക്രൂവിനെ ഞാൻ ABCD എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെവൽ സ്ക്രൂസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെവൽ സ്ക്രൂസ് ഏതാണ്? 4 സ്ക്രൂവില് Aയും Cയും ഓപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ Bയും Dയും ഡയഗണലി ഓപ്പോസിറ്റ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു പെയറിനെ സെലക്ട് ചെയ്യും. അപ്പൊ ഈ കേസിൽ ഞാൻ BDനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പ്ലേറ്റിന്റെ അപ്പർ പ്ലേറ്റിനെ ടേൺ ചെയ്ത് ഈ പ്ലേറ്റ് ലെവല് നമ്മൾ സെലക്ട് ചെയ്ത BD എന്ന ലെവൽ സ്ക്രൂവിന് പാരലാക്കി കൊണ്ടുവരിക. അതൊന്ന് വായിച്ചു നോക്കാം. ടേൺ ദ അപ്പർ പ്ലേറ്റ് അണ്ടിൽ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദി പ്ലേറ്റ് ലെവൽ. പ്ലേറ്റ് ലെവൽ അവിടെ ഞാൻ ബോക്സ് പോലെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പ്ലേറ്റ് ലെവൽ ഈസ് റഫ്ലി പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ടു ഡയഗണലി ഓപ്പോസിറ്റ് സ്ക്രൂസ്. അതായത് ഡിക്കും ബിക്കും center of the level 2 by rotating both the foot screws either inward or outward. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്ക്രൂസ് ഏതാണ്? B and D. And this level screws B and D are turned in such a manner that either moves in the inward direction or in the outward direction, and this process is continued till the bubble is in the central position. Okay ആണോ? ഈ ബിയും ഡിയും ഒന്നുകിൽ ഇൻവേർഡോ അല്ലെങ്കിൽ ഔട്ട്വേർഡോ തിരിച്ച് ഈ ബബിൾ ട്യൂബിന്റെ സെന്ററിൽ ബബിളിനെ കൊണ്ടുവരിക. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതുവരെ പഠിച്ച തേർഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറയാം. ഈ ലെവൽ സ്ക്രൂ ബിക്കും ഡിക്കും പാരലായിട്ട് പ്ലേറ്റ് ലെവലിൽ വെച്ച് ബബിളിനെ സെൻഡ് ചെയ്യും. ഫസ്റ്റ് സെക്കൻഡ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് അടുത്ത 2 ലെവൽ സ്ക്രൂസ് സിയും ഉണ്ട്, ഡയഗണലിൽ ഓപ്പോസിറ്റ് ആണ്, അതിന് പാരലായിട്ട് പ്ലേറ്റ് ലെവലിനെ കൊണ്ടുവരിക. അതായത് തേർഡ് പ്രോസസ് ഈസ് ടു ടേൺ ദ അപ്പർ പ്ലേറ്റ് ത്രൂ 90 ഡിഗ്രി until the spirit level axis. അതായത് പ്ലേറ്റ് ലെവൽ ആണ്, പ്ലേറ്റ് ലെവൽ ആക്സിസ് ഈസ് പാരലൽ ടു ദ അതർ 2 ഡയഗണലി ഓപ്പോസിറ്റ് സ്ക്രൂസ്. അതായത് എയും സിക്കും പാരലായിട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, എക്കും സിക്കും ഡയഗണൽ സ്ക്രൂസ് എക്കും സിക്കും പാരലാണ് ഇപ്പോൾ നമ്മുടെ പ്ലേറ്റ് ലെവൽ. ദെൻ അടുത്തത് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിനെ ബബിളിന്റെ സെന്ററിൽ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ 4 സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? 90 ഡിഗ്രി തിരിച്ചിട്ട് എക്കും സിക്കും പാരലായി കൊണ്ടുവന്നു. ആ പൊസിഷനിൽ എഗെയിൻ ബബിളിനെ സെൻട്രൽ പൊസിഷനിൽ കൊണ്ടുവന്നു. ഇനി ഈ പ്രോസസ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഗസ് ചെയ്യാം. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എപ്പോ വരെ? ബബിൾ സെൻട്രൽ പൊസിഷൻ. ഇനി അത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ദെൻ ബബിള് എല്ലാ പൊസിഷനിലും ഇപ്പോൾ സെൻട്രലിലാണ്. ഇനി ഇൻസ്ട്രുമെന്റ് ഒരു 180 ഡിഗ്രി ടേൺ ചെയ്ത് നോക്കാം. The instrument is now ready for taking observation. ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നെറ്റ് കട്ടായി പോയി തോന്നുന്നു അല്ലേ? നമ്മുടെ സെറ്റിംഗ് അപ്പില് ട്രൈപോഡ് ഹെഡിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ലെവൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എക്സാക്ട്ലി സെന്ററിൽ പ്ലേസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? അക്യുറേറ്റ്ലി ലെവൽ ചെയ്തു. ഇൻസ്ട്രുമെന്റിനെ അക്യുറേറ്റ്ലി നമ്മൾ ലെവൽ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് സെക്കൻഡ് സ്റ്റെപ്പിൽ. ദെൻ തേർഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇനി പോവുകയാണ്. ദാറ്റ് ഈസ് എ എലിമിനേഷൻ ഓഫ് പാരലാക്സ്. ഇനി പാരലാക്സ് എന്താണ്? ഹൗ വി ക്യാൻ എലിമിനേറ്റ് ദിസ് എറർ ഡ്യൂ ടു ദ പാരലാക്സ് അതൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് പാരലാക്സ് എന്താന്ന് ഒന്നുകൂടെ നോക്കുക. കണ്ടീഷൻ arising when the image formed by the object is not in the plane of the crosshairs. നിങ്ങൾ ക്രോസ് ഹെയർസ് എന്താന്ന് പഠിച്ചാണ് അല്ലേ? അപ്പൊ ക്രോസ് ഹെയർസിന്റെ പ്ലെയിനിലല്ല ഇമേജ് ഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇമേജ് ഫോം ചെയ്യുന്നത് ക്രോസ് ഹെയർസിന്റെ പ്ലെയിനിലാണ്. അപ്പൊ ആ പ്ലെയിനിൽ വീഴാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു പാരലാക്സ് എന്ന് പറയുന്നത്. ഈ പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ദാറ്റ് ഈസ് നോൺ ആസ് ഫോക്കസ് ഇൻ ദ ഐ പീസ്, ആൻഡ് ദാറ്റ് സ്റ്റെപ്പ് ഈസ് പെർഫോംഡ്
for the distinct vision of the crosshairs. And the second step is known as the focus in the objective, and that step is to bring the image of the object in the plane of the crosshairs. Crosshairs in the plane ile image ne konduvaruna process neയാണ് focus in the objective എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടെ വ്യക്തമാവാൻ വേണ്ടി നമ്മുടെ പഴയ ആ ഒരു ഇമേജ് പഴയൊരു ഫിഗർ ഉണ്ടായിരുന്നു, അതായത് സർവേയിൻ ടെലിസ്കോപ്പിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു സ്ലൈഡില് കുറച്ചു മുമ്പത്തെ ഒരു സ്ലൈഡിൽ കാണിച്ച ഫിഗർ തന്നെയാണ്. നമ്മുടെ ഐ പീസ് കാണിച്ചിട്ടുണ്ട്. ഐ പീസിന്റെ ലെൻസ് ഇവിടെയുണ്ട്. ദെൻ അതുകൂടാതെ തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവിന്റെ ലെൻസ് ഉണ്ട്. ഇതാണ് ഐ പീസ്. ദെൻ ഒബ്ജക്റ്റീവ് ഇവിടെയുണ്ട്, ഒബ്ജക്റ്റ് ലെൻസ് ഉണ്ട്, ഫോക്കസിൽ ലെൻസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഡയഫ്രം ഉണ്ട് അല്ലെ. ഇനി ഡയഫ്രത്തിന് 3 ടൈപ്പ് ഓഫ് ഡയഫ്രം ശരിക്കും അവൈലബിൾ ആണ്. നമ്മൾ ടിപ്പിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഡയഫ്രം കഴിഞ്ഞ സ്ലൈഡിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡയഫ്രത്തിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. ഇനി ഈ ഫോക്കസിംഗ് ലെൻസ്, ഈ ഫോക്കസിംഗ് ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോക്കസിംഗ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസിംഗ് സ്ക്രൂവിന്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്നാണ് പറഞ്ഞത്, ഫോക്കസ് ഇൻ ദ ഐ പീസ്. അതായത് ഐ പീസിലെ ലെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഐ വിഷൻ അനുസരിച്ച് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്തിട്ട് ഈ ഡയഫ്രത്തിലെ ക്രോസ് ഹെയർസിനെ വിസിബിൾ അതായത് ഡയഫ്രത്തിന്റെ ക്രോസ് ഹെയർസ് ക്ലിയർലി വിസിബിൾ ആവുന്നോടം വരെ ഈ ഐ പീസിലെ ഫോക്കസ് സ്ക്രൂ ടേൺ ചെയ്യാം. ദെൻ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ ആ ഒരു പ്രോസസ്സിനെ ഞാൻ ആ റെഡ് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വിഷൻ അനുസരിച്ച് ലെൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഡയഫ്രത്തിലെ ക്രോസ് ഹെയർസിനെ വിസിബിൾ ആക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് പറഞ്ഞത്, ഫോക്കസ് ഇൻ ദ ഒബ്ജക്റ്റീവ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഒബ്ജക്റ്റ് ലെൻസ് കാണുന്നുണ്ട് അല്ലെ. ആ ഒബ്ജക്റ്റ് ലെൻസിൽ നിന്ന് കൂടെ ഫോം ചെയ്യുന്ന ഇമേജ്, അതായത് ഒബ്ജക്റ്റിന്റെ ഇമേജ്, ആ ഇമേജ് കറക്റ്റ് ആയിട്ട് എവിടെ കൺവേർട്ട് ചെയ്ത് വരണം, ഡയഫ്രത്തിൽ കൺവേർട്ട് ചെയ്ത് വരണം. എന്നാലേ ഡയഫ്രത്തിൽ ആ ഇമേജ് വിസിബിൾ ആവത്തുള്ളൂ. അപ്പൊ ഈ ഡയഫ്രത്തിൽ, അതായത് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി, ഈ ഡയഫ്രത്തിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇമേജിനെ കറക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി വി യൂസ് ദിസ്, ആ ഗ്രീൻ ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോക്കസ് സ്ക്രൂ യൂസ് ചെയ്യും. Rotate focus screw to give a sharp clear image of the object being observed. ആ ഡയഫ്രത്തിലെ ക്രോസ് ഹെയർസിന്റെ ഉള്ളില് ക്രോസ് ഹെയർസോട് കൂടി നമ്മൾ ആ ഒബ്ജക്റ്റിനെ ക്ലിയർലി വിസിബിൾ ആവുന്നോടം വരെ ഈ ഫോക്കസ് സ്ക്രൂ ടേൺ ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഇനി ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കൊളിമേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒന്നുകൂടെ പോവാണ്. പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഫോക്കസ് ഇൻ ദ ഐ പീസ്. അപ്പൊ ഐ പീസിനെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. അപ്പൊ ഐ പീസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ കാണുന്നതാണ് നിങ്ങളുടെ ഐ പീസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ ഐ പീസിൽ ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മള് ഈ ഒരു ടെലിസ്കോപ്പിനെ, ഈ ഒരു ഫോക്കസിങ് ചെയ്യാൻ വേണ്ടി ടെലിസ്കോപ്പിനെ ഒരു വൈറ്റ് ഷീറ്റിലേക്കോ അല്ലെങ്കിൽ സ്കൈയിലേക്കോ പോയിന്റ് ചെയ്യാം. ഫോർ point the telescope towards the sky or hold a sheet of white paper in front of the objective. അപ്പൊ ഇങ്ങനെ ഒരു തൊട്ട് മുമ്പിൽ ഒരു വൈറ്റ് ഷീറ്റ് പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ടെലിസ്കോപ്പിനെ പോയിന്റ് ചെയ്തിട്ട് ഈ ഫോക്കസ് സ്ക്രൂ ടേൺ ചെയ്യുക. മൂവ് ഐ പീസ് ഇൻ ഓർ ഔട്ട് ടിൽ ദ ക്രോസ് ഹെയർസ് ആർ ഷാർപ്പ് ആൻഡ് ഡിസ്റ്റിങ്ക്ട്. ഈ അതിനുള്ളില് നമ്മുടെ ഡയഫ്രത്തിലെ ക്രോസ് ഹെയർസ് ഷാർപ്പും ക്ലിയറും ആവുന്നോടം വരെ ഈ ഇതിനെ ഐ പീസിനെ റൊട്ടേറ്റ് ചെയ്യും. ഇതിനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോക്കസ് ഇൻ ദ ഐ പീസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പാരലാക്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള, ദാറ്റ് ഈസ് ഫോക്കസ് ഇൻ ദ ഒബ്ജക്റ്റീവ്. അപ്പൊ ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈഡിൽ ഒരു ഫോക്കസിങ് സ്ക്രൂ ഉണ്ട്. അപ്പൊ മറ്റേ ഫിഗറിൽ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ച ആ സ്ക്രൂ ആണ് ഇത്. അപ്പൊ ആ ഫോക്കസിങ് സ്ക്രൂ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് സ്ക്രൂവിനെ ടേൺ ചെയ്തിട്ടാണ് നമ്മൾ ഇമേജിനെ ക്ലിയർ ആക്കുന്നത്. Focus in the objective is to fold image in the plane of crosshairs. അതായത് ഇമേജിനെ നമ്മുടെ ക്രോസ് ഹെയർസിന്റെ പ്ലെയിനിൽ തന്നെ കൊണ്ടുവരണം.
ദെൻ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ടെലിസ്കോപ്പിൽ നോക്കി അറിയാം. ടെലിസ്കോപ്പിന്റെ ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും രണ്ടും ഫിക്സഡ് ആണ്. അവിടെ നടുക്കുള്ള അഡീഷണൽ ലെൻസ് ദാറ്റ് ഈസ് ഫോക്കസിംഗ് ലെൻസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോക്കസ് സ്ക്രൂ ടേൺ ചെയ്യുമ്പോൾ ഈ ഫോക്കസിംഗ് ലെൻസിനെ മൂവ് ചെയ്തിട്ട് നമ്മുടെ ഇമേജിനെ ക്രോസ് ഹെയർസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഇസ് ടു ഫോൾ ഇമേജ് ഇൻ ദി പ്ലെയിൻ ഓഫ് ക്രോസ് ഹെയർസ്. ഈ കേസ് എല്ലാം ഇന്റേണൽ ഫോക്കസിംഗ് ടെലിസ്കോപ്പിന്റെ കേസാണ്. ദെൻ ആ ടെലിസ്കോപ്പ് ആണ്, ഇന്റേണൽ ഫോക്കസിംഗ് ടെലിസ്കോപ്പ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ടെലിസ്കോപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒബ്ജക്റ്റിലേക്ക് സൈറ്റ് ചെയ്യും. ടെലിസ്കോപ്പ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് ടു ബി സൈറ്റഡ്. Then focus screw is turned till the image appears clear and sharp. അതായത് നമ്മൾ ഐ പീസിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇമേജ് ക്ലിയറും ഷാർപ്പും ആവുന്നോടം വരെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ എലിമിനേഷൻ ഓഫ് പാരലാക്സ് ഈ ഒരു ഹെഡിങ്ങിൽ നമ്മൾ 2 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? ഫോക്കസ് ഇൻ ദ ഐ പീസ്. അപ്പൊ ഐ പീസ് ഫോക്കസ് ചെയ്ത്, അതായത് ഒരു ഒബ്സർവറിന് വേണ്ടി ഐ പീസ് ഫോക്കസ് ചെയ്താൽ പിന്നെ അത് മാറ്റേണ്ടതില്ല. അതായത് അത് നമ്മൾ ഓരോരുത്തരുടെയും വിഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. വേറൊരു അപ്പൊ ഇതാണ് നമ്മുടെ 3 ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. ഏതൊക്കെയായിരുന്നു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ് പോയിന്റിലും സെറ്റിംഗ് അപ്പ്. സെറ്റിംഗ് അപ്പിൽ 2 സ്റ്റെപ്പ് പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? സെറ്റിംഗ് അപ്പിൽ തന്നെ സെന്ററിംഗ് ഉണ്ട്, അപ്രോക്സിമേറ്റ് ലെവലിംഗ് ഉണ്ട്. ദെൻ രണ്ടാം ദാറ്റ് ഈസ് ലെവലിംഗ് അപ്പ്. ലെവലിംഗ് അപ്പ് എന്ന് വെച്ചാൽ ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ അക്യുറേറ്റ് ലെവലിംഗ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് പാരലാക്സ്. പാരലാക്സ് എന്ന് പറയുമ്പോൾ ഇമേജിനെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആക്കുന്ന ഒരു പ്രോസസ് ആണ്. ദാറ്റ് ഈസ് ദിസ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്നത്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ the instrument is ready for taking observations. ഒബ്സർവേഷൻ ആണ് ഈ ഒരു ക്ലാസ്സിലെ 2 ടോപ്പിക്. ടേംസ് ഡിസ്കസ്. രണ്ടാമത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, താങ്ക് യു ജ്യോതിസ് മിസ്. മിസ്സിന്റെ പ്രസന്റേഷൻ വളരെ ക്ലിയറും ഇതിന്റെ കൂടെ ആ ഡ്രോയിങ് as well as videos that you played, they also helped, I think, all the students to understand. 1-2 വളരെ ചുരുക്കം ചില ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് can you repeat transiting എന്നുള്ളതാണ്. മാഡം കേൾക്കാമോ? ടീച്ചറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഡൗട്ട്സുകൾ ഉണ്ടോ ടീച്ചറെ? ട്രാൻസിറ്റിംഗ് എന്താണെന്നുള്ളതാണ് ഒരു ഡൗട്ട്. ജ്യോതിസ് മേഡം ആൻസർ. ട്രാൻസിറ്റിംഗ് എന്ന് വെച്ചാല് ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. അത് ഞാനൊരു ഫിഗർ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പൊ അതിൽ തന്നെ ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. അതായത് ടെലിസ്കോപ്പിനെ നമുക്ക് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ റിവേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ 180 ഡിഗ്രിയിലും ഈവൻ 360 ഡിഗ്രിയിലും ഇങ്ങനെ ടെലിസ്കോപ്പിനെ ടേൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ടേൺ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ട് ആയിരിക്കും ഒരു പ്ലെയിന് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ട്രാൻസിറ്റിംഗ്. ഓക്കെ മാഡം, ഒരു ചോദ്യം കൂടിയുണ്ട് മാഡം. ടെലിസ്കോപ്പ് ഡയറക്റ്റ്, ടെലിസ്കോപ്പ് ഇൻവേർട്ട് എന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ ചോദിക്കും. ഓക്കെ, ടെലിസ്കോപ്പ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ്, അതായത് ടെലിസ്കോപ്പിന്റെ ഡയറക്ഷൻ, അതായത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ആണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ് അല്ലെ? ഒബ്സർവർ തൊട്ട് ഈ ഇൻസ്ട്രുമെന്റ് തൊട്ട് ഫ്രണ്ടിലാ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ തൊട്ട് ഫ്രണ്ടില് ഒരു ഒബ്സർവർ നിൽക്കുമ്പോൾ ആ ഒബ്സർവറിന്റെ ഏത് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ? ലെഫ്റ്റ് സൈഡിലാണ് വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിന്റെ ഈ ഒരു സെറ്റപ്പ്
അപ്പോ ടെലിസ്കോപ്പ് ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ ടെലിസ്കോപ്പ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സെറ്റപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ടെലിസ്കോപ്പ് ഡയറക്റ്റ് എന്ന് വിളിക്കും. ഇനി റൈറ്റ് സൈഡിലാണെങ്കിലോ, വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ അപ്പൊ നമ്മൾ ആ ഒരു പൊസിഷനെ, ടെലിസ്കോപ്പിന്റെ പൊസിഷനെ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെ ടെലിസ്കോപ്പ് ഇൻവേർട്ടർ എന്ന് വിളിക്കും. ജസ്റ്റ് റിവേഴ്സ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ടെലിസ്കോപ്പ് ഡയറക്റ്റ്, റൈറ്റ് സൈഡിലാണെങ്കിൽ ടെലിസ്കോപ്പ് ഇൻവേർട്ടർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ മാഡം, വേറെ ചോദ്യങ്ങളില്ല. താങ്ക് യു മാഡം. മെറ്റീരിയല് ജ്യോതിസ് മാഡം PPT ഷെയർ ചെയ്യാലോ അല്ലെ? PPT ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാലോ. ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഓക്കെ. കുട്ടികൾക്ക് അപ്പോ അവിടുന്ന് മെറ്റീരിയൽ കിട്ടുന്നതാണ്. ഓക്കെ. താങ്ക് യു മാഡം. താങ്ക് യു.